പാർലമെന്റ് നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നു. വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് പാർലമെന്റ് വേദിയായത്. പ്രതിപക്ഷ ബഹളത്തിന് ഇടയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയൽ ബില്ലും അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞു. ശബ്ദ വോട്ടോടുകൂടിയാണ് നേരത്തെ സഭയിൽ ബില്ല് പാസ്സാക്കാൻ ഭരണപക്ഷത്തിനായത്. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണ് ശബ്ദ വോട്ടോടെ ബില്ല് പാസ്സായത്. ഇന്ന് വലിയ മൂർച്ചയേറിയ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കേരളത്തിലെ എംപിമാർ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെ കാണാൻ കഴിയുന്നുണ്ട്. രാഹുലും പ്രിയങ്കയും ലോക്സഭാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് വന്നതിന്റെ ദൃശ്യമാണ് കണ്ടത്. ഇനി രാജ്യസഭയിലേക്കാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോകുന്നത്. അവിടെ അംഗസംഖ്യയിൽ അല്പം ശോഷിച്ചു നിൽക്കുന്ന ഘട്ടമാണെങ്കിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ചൂടേറിയ ചർച്ചകൾ അത് ഉണ്ടാകും. പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുന്നു. सरकार कह रही है कि माफी मांग ले राहुल വിഷ്ണു അങ്ങനെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പാർലമെന്റിൽ ഇന്ന് ബില്ല് പാസ്സായിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ദിവസം പൂർത്തിയാകുന്നത്. ഇനി പ്രതിപക്ഷത്തിന്റെ നീക്കം എന്താണ് ഈ വിഷയത്തിൽ? ഇന്ന് വളരെ കാര്യമായിട്ട് തന്നെ പ്രതിപക്ഷത്തിനെതിരെ വിഷയങ്ങൾ ഉന്നയിച്ചു. പ്രധാനമന്ത്രിയുടെയും ഒപ്പം ആഭ്യന്തരമന്ത്രിയുടെയും അസാന്നിധ്യം, പിന്നീട് വിദ്യാർത്ഥികൾക്കേറ്റ നടപടികൾ, അവർക്ക് നേരെയുണ്ടായിട്ടുള്ള പോലീസിന്റെ നടപടികൾ, AK-47 പ്രയോഗം അടക്കം സഭയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞു. ഇനി എന്താണ് പുറത്തെ നീക്കങ്ങൾ? പാർലമെന്റിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് ചർച്ചയിൽ മുഴുവനായി പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും വാക്കുകളും ആയുധമാക്കിക്കൊണ്ട് ഭരണപക്ഷത്തെ MP-മാർ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയെ തുടർന്ന് സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 മണി വരെ നിർത്തിവെച്ച ലോക്സഭ വീണ്ടും ചേർന്നപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ ഉണ്ടായത്. തുടർന്ന് മന്ത്രി ജിതേന്ദ്ര സിംഗ് ഈ വിഷയത്തിൽ മറുപടി പറയുകയും ഈ ബില്ലിന്മേൽ മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ജിതേന്ദ്ര സിംഗും സംസാരിച്ചത്. രാഹുൽ ഗാന്ധിക്ക് സഭാ നിയമങ്ങളുടെ അടിസ്ഥാന തത്വം പോലും അറിയില്ല. മാത്രവുമല്ല, പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തതിന്റെ നിരാശയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പ്രതിഷേധിച്ചത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ജിതേന്ദ്ര സിംഗ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും അതിനെ തുടർന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റം സഭയ്ക്കുള്ളിൽ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി സഭാ നടപടികൾ പലതവണയാണ് ഇന്ന് നിർത്തിവെക്കേണ്ടി വന്നത്. ഇന്ന് രാവിലെ സഭ ചേർന്നത് മുതൽ ചർച്ച നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ശ്രമം ഉണ്ടായി. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചതാണ് വലിയ രീതിയിൽ ഇതിനെ പ്രകോപിപ്പിച്ചത് എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യഘട്ടത്തിൽ വിഡ്ഢികൾ എന്ന് പറഞ്ഞത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് BJP MP പറഞ്ഞു. ഇഡിയറ്റ് എന്ന പരാമർശം സ്വയം വിശേഷിപ്പിച്ചാൽ പോലും അത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയത് BJP MP ആയ നിഷികാന്ത്. ശരി, വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് പാർലമെന്റിൽ ഉറച്ച ശബ്ദമാകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. പുറത്തേക്ക് വരുമ്പോൾ നീറ്റ് പ്രതിഷേധത്തിലെ പോലീസ് നടപടിക്കെതിരെ ജന്തർ മന്ദറിലേക്ക് വിദ്യാർത്ഥി സംഘടനാ മാർച്ച് ഉണ്ടാകുന്നു. അനുമതി നൽകിയില്ലെങ്കിലും മാർച്ച് തടയാതെ പോലീസിന്റെ സമീപനം. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. ബീഹാർ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ മാർച്ച്. പുറത്തുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇനി പോകുന്നത്. പാർലമെന്റ് നടപടികൾക്ക് തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ബില്ല് സഭയിൽ പാസ്സായിരിക്കുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ച തടയൽ ആയി ബന്ധപ്പെട്ട ബില്ലാണ് പാസ്സായത്. കുറ്റക്കാർക്കെതിരെ കഠിന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് പാസ്സായിരിക്കുന്നത്. 10 വർഷം വരെ തടവ്, 10 കോടി വരെ പിഴ, ഇങ്ങനെയൊക്കെയാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ. ആ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയുള്ള ബില്ലാണ് ഇന്ന് ലോക്സഭ കടന്നിരിക്കുന്നത്. ഇനി രാജ്യസഭയിലേക്കാണ് നടപടികൾ പോകുന്നത്.